മൺസൂൺ കനത്തതോടെ കോട്ടയം ജില്ലയിലെ പല റോഡുകളിലും വെള്ളക്കെട്ടിലാണ്. പാലാ ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനിക്കും ചെത്തിമറ്റത്തിനും ഇടയ്ക്ക് വെള്ളക്കെട്ടിലൂടെ കടന്നുപോകുന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ദേശീയ ചാനലുകളടക്കം ഈ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. വാഹനം ഒന്ന് ഒലിച്ചു പോവുകയോ അല്ലെങ്കിൽ റോഡിൽ എന്തെങ്കിലും വലിയ വെള്ളലൊക്കെ ഉണ്ട് അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഹീറോയിസ് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ അത് ഇത്തരം സാഹസികമായ വാഹനം ഓടിക്കലുകൾ തൽക്കാലം ഒഴിവാക്കുന്നതായിരിക്കും അവനവന്റെ ജീവനും സ്വത്തിനുമൊക്കെ. നമുക്കിപ്പം നിതിൻ, കോട്ടയത്തൊക്കെ പെരുമഴയാണ്, അതിൻ്റെയിലാണ് ഇങ്ങനെ ഒരു റീല് പ്രചരിക്കുന്നത്. തീർച്ചയായിട്ടും ജയലക്ഷ്മി, ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കോട്ടയത്ത് അതിശക്തമായി തന്നെ മഴ ലഭിക്കുന്നുണ്ട്. ഈ വിട്ടുവിട്ടൊക്കെയാണ് മഴ ലഭിക്കുന്നത്. പക്ഷെ ആ ലഭിക്കുന്ന മഴയുടെ അളവ് എന്ന് പറയുന്നത് അതിശക്തമായി തന്നെയാണ് ലഭിക്കുന്നത്. അത്തരത്തിൽ മീനച്ചിലാറിന്റെ പല ഭാഗങ്ങളും കരകവിയുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ ഒരു 3 ദിവസം മുൻപാണ് ഈ റോഡില് വെള്ളം കയറിയിരുന്നത്. പാലാ ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനിക്കും ചെത്തിമറ്റത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ വെള്ളം കെട്ടി നിന്നത്. ഈ വെള്ളക്കെട്ടിന് നടുവിലൂടെ വലിയ വണ്ടികളൊക്കെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഈ വാഹനവും കടന്നു പോകുന്നത്. ഇപ്പൊ ഈ വാഹനം ഓടിച്ച് കടന്നു പോയത് ആരാണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ എന്തെങ്കിലും അത്യാഹിതമായിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യ കാര്യത്തിനോ പോയ ആളുകളാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിൽ അപകടകരമായ രീതിയിലാണ് ഒരു വാഹനം കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന്റെ ഒരു കാര്യമാണ്. ഈ സ്ഥലം പ്രധാനപ്പെട്ട ഒരു പാതയാണ് പാലാ ഈരാറ്റുപേട്ട റോഡ് എന്ന് പറയുന്നത്. ഈ റോഡിലാണ് ഈ റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഈ വെള്ളം കെട്ടി നിറയുകയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗം മാത്രം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യാറുണ്ട്. അത്തരത്തിൽ രൂപപ്പെട്ട ഒരു വെള്ളക്കെട്ടിന് ഇടയിലൂടെയാണ് ഇപ്പോൾ ഈ വാഹനം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്.